ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ടൊരു സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടമാവും. അതായത് ഗുലാബ് ജാം പോലെ ഉണ്ടാവും കേട്ടോ. നമുക്ക് കഴിക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി സ്വീറ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ പനീർ എടുത്തിട്ടുണ്ട്. 1 കപ്പ് പനീർ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പനീറാണ് കേട്ടോ. നമുക്ക് കടയിൽ നിന്ന് മേടിച്ചാലും കുഴപ്പമില്ല, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ പനീരെല്ലാം നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. ഇതുപോലെ ഉടച്ചതിന് ശേഷം ഇതിലേക്ക് പാൽപ്പൊടി തന്നെ കേട്ടോ, 2 ടീസ്പൂൺ പാൽപ്പൊടി ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 3 ടീസ്പൂൺ റവയാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ കൂടെ തന്നെ 3 ടീസ്പൂൺ മൈദയും കൂടെ ചേർക്കുന്നുണ്ട്. മൈദയും കൂടെ ചേർത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സായി വരട്ടെ. കൂടെ തന്നെ നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇപ്പോൾ നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് അമർത്തി കുഴച്ചെടുക്കണം കേട്ടോ. നമ്മൾ ഇനി ഇതിലേക്ക് പാലോ അല്ലെങ്കിൽ വെള്ളമോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പനീറിൻ്റെ ആവുന്നതിനെ വേണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ കുഴയ്ക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആവും. നമ്മൾ കൈയിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് നമ്മൾ കുഴച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടാനായിട്ട് നമ്മളിങ്ങനെ കുഴച്ചെടുക്കണം എന്ന് പറയുന്നത്. ഇപ്പോൾ നല്ല പൊലുപൊലാന്നുണ്ടല്ലോ, അപ്പോൾ നല്ല തിക്കായിട്ട് കിട്ടണം. നമുക്കൊരു ചപ്പാത്തി മാവൊക്കെ ആ ഒരു ടെക്സ്ചർ പോലെ നമുക്ക് കിട്ടണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് അമർത്തി കുഴയ്ക്കുമ്പോഴാണ് നമുക്ക് അതുപോലെ കിട്ടുന്നത്. ഇത് കണ്ടല്ലോ, നമ്മൾ വെള്ളമോ പാലോ അങ്ങനെ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ. ഇതുപോലെ നമ്മൾ കുഴച്ച് റെഡിയാക്കി എടുക്കണം. എന്നിട്ട് കുഞ്ഞു കുഞ്ഞു ബൗളാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ ഗുലാബ് ജാം ചെയ്യുന്ന പോലെ തന്നെയാണ്. കയ്യിൽ ചെറുതായിട്ടൊന്ന് എണ്ണ തേച്ച് കൊടുത്താൽ മതി. ഇതുപോലെയാണ് നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കേണ്ടത് കണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം മാവിലും ഇതുപോലെ ചെറിയ ചെറിയ കുഞ്ഞ് ബോളുകൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഇതുപോലെയാണ് കേട്ടോ എല്ലാം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. വെള്ളിച്ചുകളൊന്നും ഇല്ലാത്ത രീതിക്ക് നമ്മൾ ഉരുട്ടിയെടുക്കണം കേട്ടോ. വെള്ളിച്ചുകൾ വേണ്ട, നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇത്തിരി ശ്രദ്ധിച്ച് ചെയ്യുമ്പോൾ ഒന്നും എന്താ പറയുക, ചെറിയ വെള്ളിച്ചുകളൊന്നും ഇല്ലാതെ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരേ മാവിൽ തന്നെയാണ് നമ്മൾ 3 കളറും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇപ്പം നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ, ഇത് വന്ന് നല്ല ഒരു ഡാർക്ക് ബ്രൗൺ ആക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. സെക്കൻഡ് ബാച്ചാണ് നമ്മൾ ഒരു വൈറ്റ് കളറാക്കി എടുക്കുന്നത്. അങ്ങനെ ഒരു 3 കളറായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് നമ്മൾ വീഡിയോയിൽ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇത് ഒരേ മാവിൽ തന്നെയാണ് നമ്മൾ ആ 3 കളറും ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്തുകൊണ്ടാണ് നല്ല ഡാർക്ക് ബ്രൗൺ ആക്കിയെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഇട്ടത് തന്നെ നമുക്ക് വൈറ്റ് എടുക്കുമ്പോൾ, അതായത് വൈറ്റ് കളറിലാക്കി എടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് കളർ ചേഞ്ച്, അതായത് എണ്ണ ഒരുവിധം ചൂടായിട്ടുണ്ടല്ലോ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതേ വൈറ്റ് കളറിൽ ആദ്യം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അതൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കാൻ കേട്ടോ. നമ്മൾ ആദ്യം നല്ല സിമ്മിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാലും പെട്ടെന്ന് കളർ ചേഞ്ച് ആവും. അപ്പോൾ നമ്മൾ ഈ ഒരു ബാച്ച് നമ്മൾ നല്ല ഡാർക്ക് ബ്രൗൺ ആകുന്ന രീതിക്ക് നല്ല കളർ ചേഞ്ച് ചെയ്ത് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ചെറിയൊരു ബ്രൗൺ ആയിട്ടുണ്ട്, ഒന്നുകൂടി നല്ല ബ്രൗൺ ആവട്ടെ. കണ്ടല്ലോ, അപ്പോൾ ഈ ഒരു ബ്രൗണിലാണ് നമ്മൾ ഈ ആദ്യത്തെ ബാച്ച് റെഡിയാക്കി എടുത്തിരിക്കുന്നത് കണ്ടല്ലോ. അങ്ങനെ ഇതുപോലെ എന്നിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി നമുക്ക് ബാക്കിയുള്ള മാവ് എല്ലാം മൊത്തത്തിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ആ ഒരു വൈറ്റ് കളർ കിട്ടാനായിട്ടാണ് കുറച്ച് ഒരു എന്താ പറയുക, പെട്ടെന്ന് കളർ ചേഞ്ച് ആവാതിരിക്കണമല്ലോ. അപ്പോൾ അത് നമ്മൾ അതാണ് ശ്രദ്ധിച്ചെടുക്കേണ്ടത്. അങ്ങനെ ഇതെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഇപ്പോൾ നമ്മൾ ബാക്കിയുള്ള എല്ലാ മാവും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ആദ്യം ഇട്ടത് കുറച്ച് പെട്ടെന്ന് ബ്രൗൺ ആവും കേട്ടോ. അപ്പോൾ അതൊന്ന് നമുക്കൊരു ഇടയിലത്തെ ബ്രൗൺ കളറാക്കിയിട്ട് നമുക്ക് എടുക്കാം. വൈറ്റ് കളറാണ് നമുക്ക് ഇടയിലായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ എണ്ണ സിമ്മിൽ തന്നെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു 4 എണ്ണം മാത്രം നല്ല കളർ ചേഞ്ച് ആയിട്ടുണ്ട് കണ്ടില്ലേ. അത് നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ ആ ഒരു കളറിലാണ് നമ്മൾ ആദ്യം റെഡിയാക്കി. ഇപ്പോൾ നമ്മൾ ബാക്കിയുള്ളതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ഇത് നമുക്ക് വൈറ്റ് കളറായിട്ട് എടുക്കാം കേട്ടോ. പക്ഷേ എല്ലാം കറക്റ്റായിട്ട് വേവാവും കേട്ടോ. നമ്മൾ സിമ്മിലാണ് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. നമ്മൾ ഇത് ഉണ്ടാക്കി കഴിയുന്നവരേക്ക് നമ്മൾ സിമ്മിൽ തന്നെ വെച്ച് കൊടുക്കണം. അതുപോലെ തന്നെ എല്ലാം നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ. ഞാനിപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഈ ബൗള് എണ്ണയിൽ ഇട്ട് കൊടുക്കുന്ന സമയം തൊട്ട് അവസാനം വരെയും ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരുന്നു കേട്ടോ. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ഈവൺ ആയിട്ട് ഒരേ രീതിക്ക് കളർ കിട്ടണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഇളക്കി കൊടുത്താൽ മതി. സ്പീഡൊക്കെ കൂടിയാൽ പെട്ടെന്ന് ചിലപ്പോൾ പൊട്ടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ പതുക്കെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ആദ്യത്തെ ഇട്ട് കൊടുത്തത് മാത്രമേ ഒരു 4 എണ്ണം കുറച്ച് കളറായിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഗോൾഡ് ബ്രൗൺ കളറായിട്ടുണ്ട് കേട്ടോ നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ ആദ്യം ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആ ഒരു കളറും കൂടി ഒന്നുകൂടി ഒരു നല്ല ബ്രൗൺ ആവട്ടെ കേട്ടോ. നല്ല ബ്രൗൺ എന്ന് പറയുന്ന സമയത്ത് ഗോൾഡൻ കളർ കേട്ടോ, അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ആ ഒരു രീതിക്ക് ആ കളറായതിന് ശേഷം നമുക്ക് ആ 4 എണ്ണം മാത്രം ഒന്ന് മാറ്റിയെടുത്തേക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളതിലാണ് നമുക്ക് വൈറ്റ് എടുക്കേണ്ടത്. അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് വെന്ത് വരും കേട്ടോ. ഏതും വേവിൻ്റെ കുറവ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമ്മൾ സിമ്മിൽ വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. പിന്നെ പനീർ വേവാൻ ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ. അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് വെന്ത് വരും. പക്ഷേ വെള്ളയാണ് നല്ല സോഫ്റ്റ് ഉണ്ടാകുന്നത്. നമുക്ക് ആ ബ്രൗൺ, അതായത് നല്ല ഡാർക്ക് ബ്രൗൺ ഉണ്ടല്ലോ, അതാണ് അടുത്ത ദിവസം കേട്ടോ നല്ല സോഫ്റ്റായി കിട്ടാൻ. അങ്ങനെ ഇത് കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു വൈറ്റ് കളറിലാണ് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത്.
ഇത് നമ്മൾ കുറച്ച് മാറ്റി. ഇപ്പം ഞാൻ 4 എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാ പീസും അതായത് 3 കളറും ഒരു 10 ആയിട്ടാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു 4 വൈറ്റ് കളർ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഈ ഒരു ഗോൾഡൻ കളറിലാണ്. അപ്പോൾ ഇതിൽ ഒരു 5 ഉണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടി എടുത്ത് മാറ്റിയേക്കാം. എന്നിട്ട് ബാക്കിയുള്ളതിലും കൂടി നമുക്ക് ഏത് കളറിലാണ് കുറവ് എന്നുള്ളത് നോക്കിയിട്ട് അതിനാവശ്യാനുസരം പോലെ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വൈറ്റിൽ അങ്ങനെ മൊത്തം 10 ആയിട്ടാണല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വൈറ്റിൽ കുറച്ചും കൂടി എടുത്തിട്ട് ബാക്കിയുള്ളതെല്ലാം നോക്കിയിട്ട് ഏതിലാണ് വേണ്ടത് അതിനാവശ്യാനുസരം പോലെ നമ്മൾ കളറൊക്കെ ഒന്ന് നോക്കി റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പോൾ 3 കളറ് റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പ് റെഡിയാക്കാനായിട്ട് 1/2 കപ്പ് പഞ്ചസാര, 1 കപ്പ് വെള്ളം കേട്ടോ, 2 കപ്പ്, അതായത് 1/2 കപ്പ് 1 കപ്പായിട്ട് അങ്ങനെ എല്ലാം കൂടി ചേർത്തിട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല തിളച്ച് വന്നാൽ മാത്രം മതി, ഒരുപാട് കുറുക്കിയെടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് നല്ല തിളച്ച് വന്നാൽ മാത്രം മതി. നമുക്ക് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്, അതും കൂടി ഇട്ട് നല്ല തിളച്ച് വരട്ടെ. അങ്ങനെ നമ്മുടെ ഷുഗർ സിറപ്പ് നല്ല തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ എല്ലാം റെഡിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് അടിപൊളിയായിട്ട് സേവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഈ ബോൾസുകളെല്ലാം ഒരു ബൗളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇത് വന്നിട്ട് അടുത്ത ദിവസം ആവുന്ന സമയത്താണ് കേട്ടോ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത്. അതേ ദിവസം കഴിക്കുന്ന സമയത്ത് ആ നല്ല ഡാർക്ക് ബ്രൗൺ ഉണ്ടല്ലോ, അത് പെട്ടെന്ന് സോഫ്റ്റ് ആയില്ല. അതായത് നമ്മൾ ഒരുപാട് സമയമെടുത്ത് നല്ല ക്രിസ്പി ആക്കിയിട്ടാണല്ലോ എടുത്തിരിക്കുന്നത്. അത് കാരണം അത് പെട്ടെന്ന് സോഫ്റ്റ് ആവില്ല. വൈറ്റ് അത് ഒരു 2 മണിക്കൂർ കഴിയുന്ന സമയത്ത് ഒരുവിധം സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ. ആ ഒരു ഡാർക്ക് ബ്രൗൺ ആണ് അടുത്ത ദിവസം ആകുമ്പോഴാണ് നമുക്ക് അതൊരു കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് കേട്ടോ. കഴിക്കുന്ന സമയത്ത് ശരിക്കും ഗുലാബ് ജാം പോലെ തന്നെ ഉണ്ടാകും കേട്ടോ. എന്തായാലും നല്ല സൂപ്പർ ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു സ്വീറ്റ് റെഡിയാണ് കേട്ടോ. ഇത് കണ്ടാൽ ആരാണെങ്കിലും എടുത്ത് കഴിക്കണം എന്നുള്ള കൊതി ഉറപ്പായിട്ട് വരും കേട്ടോ. അത്രയും ടേസ്റ്റാണ്, കഴിക്കുന്ന സമയത്തും കാണാനും നല്ല ഭംഗിയാണ്. അങ്ങനെ നമ്മൾ ഒരേ മാവിൽ തന്നെയാണ് ഈ ഒരു 3 കളറായിട്ടുള്ള വെറൈറ്റി സ്വീറ്റ് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇനി ഉറപ്പായിട്ടും ഒരു പ്രാവശ്യം നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കുന്ന സമയത്ത്. ഈ വൈറ്റ് പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടും. നമ്മൾ ഒരുപാട് നേരം എണ്ണയിൽ ചൂടാക്കിയിട്ടില്ലല്ലോ, അത് കാരണം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് ആദ്യം എടുത്ത് കാണിച്ചത് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊക്കെ പെട്ടെന്ന് കണ്ടല്ലോ, പെട്ടെന്ന് വലിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഒരുവിധം ഷുഗർ സിറപ്പ് നല്ല ചൂടോടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോഴാണ് പെട്ടെന്നൊന്ന് സോഫ്റ്റായി കിട്ടുന്നത്. എന്തായാലും അപ്പോൾ നിങ്ങൾ ഈ ഒരു അടിപൊളി കളർഫുൾ ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു സ്വീറ്റ് റെഡിയാക്കി നോക്കുക. കൂടെ തന്നെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ.